ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ മറന്നുപോയതാ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വിഷുസദ്യ കഴിക്കാൻ പോയതിൻ്റെ വീഡിയോ ആണ്. അതിൻ്റെ 1-2 വീഡിയോസ് ഇട്ടു, പക്ഷേ കംപ്ലീറ്റ് വീഡിയോസ് ഇടാത്ത എന്താന്ന് നാട്ടിൽ വിളിച്ചപ്പോൾ ചേച്ചി ചോദിച്ചപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ എന്തായാലും അതൊന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള പ്രജിത്തിൻ്റെ ഹോട്ടലാണ്. ദേ ചായക്കട എന്നാണ് അതിൻ്റെ പേര്. വളരെ വളരെ നല്ല ഒരു വിഷു സദ്യ കഴിക്കാൻ പറ്റി. സാധാരണ പൊതുവിൽ പല കടകളിൽ പോയാലും നമുക്ക് ഇഷ്ടമുള്ള സദ്യകൾ കിട്ടാറില്ല, തിരിച്ചു വരാറാണ് പതിവ്. സദ്യ മാത്രമല്ല, അവിടെ നിന്ന് കിട്ടിയ ബീഫ് ഫ്രൈ പറഞ്ഞറിയിക്കാൻ വയ്യ. വിഷു സദ്യക്ക് ബീഫ് ഫ്രൈയും കൂട്ടി അടിപൊളി ഊണ് കഴിച്ച ആ ഒരു സന്തോഷം ഇപ്പോഴും മറക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നാട്ടിൽ കിട്ടുന്ന നമ്മുടെ സദ്യയുടെ അതേ രുചി, ഒന്നും പറയാനില്ല. അപ്പോൾ അത്രയും നല്ലൊരു സദ്യ കഴിച്ചതിൻ്റെ ആ ഒരു സന്തോഷമായിട്ട് നമ്മൾ ആ ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ മോശമല്ലേ. അത്രയും നല്ലൊരു സദ്യ തന്ന പ്രജീഷിന് ഒരുപാട് നന്ദി. മാത്രമല്ല, ഒത്തിരി നല്ല മലയാളി കുട്ടികളെ പരിചയപ്പെടാൻ പറ്റി അവിടെ വച്ചിട്ട്. അവരൊക്കെ എന്ത് സന്തോഷമായിട്ടാണ് നമുക്ക് സദ്യ വിളമ്പി തന്നത്, അവരുടെ ജോലി ചെയ്യുന്നത്. നമ്മുടെ മലയാളി കുട്ടികളൊക്കെ ഇത്രയും സ്മാർട്ടായിട്ട് പെരുമാറുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണേ. ആ കുട്ടികൾ എനിക്ക് ചോറും നമുക്ക് ഭക്ഷണങ്ങളും വിളമ്പി തരുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇവിടെ നിന്ന് പോയ ഒരു മലയാളി കുട്ടി നാട്ടിൽ പോയിട്ടുള്ള ചെയ്ത വീഡിയോസ്. എന്നാൽ എത്ര സന്തോഷമായിട്ടാണ്, എത്ര മനോഹരമായിട്ടാണ് അവിടെ എത്രയോ മലയാളി കുട്ടികൾ നിന്ന് ജോലി ചെയ്യുന്നത്. അവർ ഫുൾ ഹാപ്പിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ പാതകൾ സ്മൂത്ത് ആവത്തില്ല. നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കാൻ ചിലപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ കടന്നു പോവേണ്ടി വരും. അത് പക്ഷേ ലൈഫിലൊരു എക്സ്പീരിയൻസ് ആയിട്ട് കരുതുക. മാത്രമല്ല, ഈ ലോകത്തെ എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. അല്ലാതെ വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് ശരി, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ പാടുള്ളൂ, അങ്ങനെ ജോലികൾ മാത്രമേ ചെയ്യാവൂ എന്ന് എവിടെയാണ് നിയമമുള്ളത്? ഏത് ജോലിയായാലും, നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയായാലും അതിൽ അഭിമാനിച്ച് ആ ജോലിയിൽ സന്തോഷത്തോടെ ചെയ്യുക, അതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. ഇത്രയും സന്തോഷകരമായിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആ കുട്ടികളെ കണ്ടപ്പോൾ അതെനിക്ക് പറയണമെന്ന് തോന്നി. കാരണം പല ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ആര് വേണമെങ്കിലും വിജയിക്കും. പക്ഷെ അതിനുള്ളൊരു മനസ്സ് വേണം, അതാണ് ഏറ്റവും പ്രധാനം. അപ്പം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ.